വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടി ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്ക് ഇവിടെ സുഖം തന്നെ. ഇന്നത്തെ സ്പെഷ്യല് മധുരക്കിഴങ്ങ് ഉപയോഗിച്ചാണ്. മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. മധുരക്കിഴങ്ങിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും. 3/4 കിലോയോളം വരുന്ന മധുരക്കിഴങ്ങ് മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു സവോള അരിഞ്ഞത്, 4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്. ആദ്യം തന്നെ മധുരക്കിഴങ്ങിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പാകം ഒന്ന് നോക്കാം. ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി. അധികം വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. മധുരക്കിഴങ്ങിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 4 വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ മൊരിയുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ ഒരു കറിയില്ലാത്തപ്പം മധുരക്കിഴങ്ങൊക്കെ വീട്ടിലുള്ളവരാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. സവോള ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഈ മധുരക്കിഴങ്ങിന് നമുക്ക് ഈ സവോളയിലും വെളുത്തുള്ളിയിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് സവോളയിലും വെളുത്തുള്ളിയിലും ഒക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. നല്ല അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.